യൂണിറ്റ് 10 ഡോൾസ് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ലെറ്റ് us write the prices. We will paste the price stickers. നമുക്ക് പ്രൈസ് സ്റ്റിക്കേഴ്സ് ആ ഡോൾസിൻ്റെ പാക്കറ്റിൽ പേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവിടെ കുറേ പ്രൈസ് സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലേ. ഏതൊക്കെ പ്രൈസ് സ്റ്റിക്കേഴ്സ് ആണുള്ളത്? ₹75 ഉണ്ട്, ₹50, ₹40, ₹20, ₹90, ₹85, ₹59. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പ്രൈസ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏതാ വരിക? 90 അല്ലേ? ₹90. അറേഞ്ച് ദീസ് പ്രൈസസ് ഫ്രം ദ ലോവസ്റ്റ് ടു ദ ഹയസ്റ്റ് ഇൻ ഓർഡർ. അപ്പോൾ ലോവസ്റ്റ് പ്രൈസിൽ നിന്ന് ഹയസ്റ്റിലേക്ക് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 20, 40, 50, 59, 75, 85, 90 അങ്ങനെയല്ലേ വരിക. Sonu has a 50 rupee note and a 10 rupee note. Dolls of what all prices can he buy? സോനുവിൻ്റെ കയ്യിൽ ഒരു 50 rupee നോട്ടും 10 rupee നോട്ടും ഉണ്ട്. അപ്പോൾ ഏതൊക്കെ വിലയിലുള്ള ഡോൾസ് ആണ് സോനുവിന് വാങ്ങാൻ കഴിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കറിയാം അപ്പോൾ ടോട്ടൽ എമൗണ്ട് വിത്ത് ഹിം എത്രയാണ്? 50 + 10 ആണ് അല്ലേ. അപ്പോൾ എത്രയാ? 60 അല്ലേ. 50. അപ്പോൾ ഏതൊക്കെ ഡോൾസ് വാങ്ങാൻ പറ്റും? ഹി ക്യാൻ ബൈ എ ഡോൾ ഓഫ് ₹50. 50 rupeesൻ്റെ ഡോൾ വാങ്ങാലോ. 60 rupees ഉണ്ട് അല്ലേ. അപ്പോൾ 50 rupeesൻ്റെ ഡോൾ വാങ്ങാം. അല്ലെങ്കിൽ ഓർ ഹി ക്യാൻ ബൈ എ ഡോൾ ഓഫ് ₹59. 59ൻ്റെ ഡോൾ വാങ്ങാം. അല്ലെങ്കിൽ എങ്ങനെ വാങ്ങാം? ക്യാൻ ബൈ 2 ഡോൾസ് അല്ലേ. അത് ഏതൊക്കെ ഡോൾസ് വാങ്ങാൻ പറ്റും? ₹40യും ₹20യും. ₹40യും ₹20യും 40യും 20യും കൂടി ആഡ് ചെയ്യുമ്പോൾ 60 അല്ലേ വരിക. സോ ഹി ക്യാൻ ബൈ എ ഡോൾ ഓഫ് ₹40 ആൻഡ് ₹20. അപ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഒന്നില്ലെങ്കിൽ ₹50യുടെ ഡോൾ വാങ്ങാം, അല്ലെങ്കിൽ ₹59ൻ്റെ ഡോൾ വാങ്ങാം, അല്ലെങ്കിൽ ₹40യുടെയും ₹20യും രണ്ടും വാങ്ങാം അല്ലേ. 2 ഡോൾസും വാങ്ങാം. ഇനി എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? ക്യാൻ സോനു ബൈ 2 ഡോൾസ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോനുവിന് 2 ഡോൾസ് വാങ്ങാൻ കഴിയുമോ എന്ന്. അപ്പോൾ യെസ് അല്ലേ, വാങ്ങാൻ കഴിയുമല്ലോ. ഹി ക്യാൻ ബൈ എ ഡോൾ ഓഫ് ₹40 ആൻഡ് എ ഡോൾ ഓഫ് ₹20. നെക്സ്റ്റ് ലെറ്റ് us സ്റ്റാക്ക് ദ ബോക്സസ്. നമുക്ക് പെട്ടികൾ അടുക്കി വെക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ലുക്ക് അറ്റ് ദ ബോക്സസ് ഓഫ് ഡോൾസ് സ്റ്റാക്ക്ഡ് ഇൻ 2 piles. അതായത് പാവകൾ നിറച്ച പെട്ടികൾ 2 കൂട്ടമായി അടുക്കി വെച്ചിരിക്കുന്നത് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസ് എത്രയാണ്? നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റിൽ എത്ര ബോക്സസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ബോക്സസ് അല്ലേ. 10 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. ഫസ്റ്റ് ബോക്സിൽ എഴുതുക. ദെൻ സെക്കൻഡിൽ എത്ര ഉണ്ടെന്ന് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8 എന്ന ബോക്സിൽ എഴുതുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസ് എത്രയാണ്? 10 + 8 എത്രയാ? 18 അല്ലേ. 18 എന്ന് എഴുതുക കേട്ടോ. സീ ദ ബോക്സസ് സ്റ്റാക്ക്ഡ് അനദർ വേ. അതായത് വേറൊരു രീതിയിൽ ബോക്സ് അടുക്കി വെച്ചിരിക്കുന്നത് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇൻ വാട്ട് അതർ വേസ് ദ ബോക്സ് ക്യാൻ ബി സ്റ്റാക്ക്ഡ്. അതായത് ഇതുപോലെ മറ്റേതൊക്കെ രീതിയിൽ പെട്ടികൾ അടുക്കി വെക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ കാണിച്ചിരിക്കുന്നത് നേരത്തെ 10ഉം 8ഉം വെച്ചിട്ടായിരുന്നു. നെക്സ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എത്രയാണ് നോക്കൂ. 12ഉം 6ഉം ആണ് അല്ലേ. അപ്പോൾ 18 നമുക്ക് ഏതൊക്കെ ഡിഫറെൻറ്റ് വേസിൽ എഴുതാം എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 10 + 8 തന്നിട്ടുണ്ട്, 12 + 6 അല്ലേ. നമ്മൾ കണ്ടല്ലോ, പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് 18 എഴുതാം എന്നാണ്. ഡിഫറെൻറ്റ് വേസിൽ എഴുതാൻ പറയുമ്പോൾ 18ൻ്റെ ജസ്റ്റ് ബിഫോർ നമ്പർ ഏതാണ്? ഈ നമ്പർ ജസ്റ്റ് ബിഫോർ 18 ഏതാ? 17 അല്ലേ. അപ്പോൾ നമുക്കറിയാം 17ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ 18 കിട്ടുക. 17 + 1 എന്ന് എഴുതാം. ദെൻ 17ൻ്റെ ജസ്റ്റ് ബിഫോർ നമ്പർ ഏതാണ്? നമ്പർ ജസ്റ്റ് ബിഫോർ 17 ഏതാണ്? 16 ആണ്. അപ്പോൾ 16 പ്ലസ് എന്ത് എഴുതാം? 2. എങ്ങനെ എഴുതാം? 15 + 3, ദെൻ 14 + 4, then 13 + 5 അങ്ങനെ എഴുതി പോവാ കേട്ടോ. ഡിയർ ബൈ 2 rolls of thread and a needle. അച്ഛൻ പറയുകയാണല്ലേ കുട്ടിയോട് എന്താണ്? 2 നൂലിന്റെ കെട്ടും അതുപോലെ തന്നെ ഒരു സൂചിയും വാങ്ങാൻ പറഞ്ഞിരിക്കുക കേട്ടോ. നീഡിൽ എന്ന് പറഞ്ഞ സൂചി, ത്രെഡ് എന്ന് പറഞ്ഞ നൂല്. അപ്പൊ ആ കുട്ടി കടയിൽ പോയിട്ട് നോക്കൂ എന്താ പറയണത് നോക്കൂ. I want 1 roll of thread and 2 needles. കടയിൽ പോയിട്ട് എന്താ പറഞ്ഞത്? എനിക്ക് ഒരു നൂലിന്റെ കെട്ടും അതുപോലെ തന്നെ 2 സൂചിയും എന്നാ പറഞ്ഞ. അച്ഛൻ നേരത്തെ പറഞ്ഞത് എത്രയായിരുന്നു? 2 rolls of thread ഒരു നീഡിലുമായിരുന്നു. കടയിൽ പോയപ്പോൾ കുട്ടി മാറി പറഞ്ഞു കേട്ടോ. അപ്പൊ എന്താ കടക്കാരൻ പറയുന്നത്? 1 roll of thread is 10 rupees and a needle is 5 rupees. അതായത് ഒരു നൂലിന്റെ കെട്ടിന് 10 രൂപയും ഒരു സൂചിക്ക് 5 രൂപയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ കുട്ടി ചിന്തിക്കാൻ, ഓ മേഡ് എ മിസ്റ്റേക്ക്. വിൽ ഐ ഗെറ്റ് 2 needles for the price of 1 roll of thread? അയ്യോ എനിക്കൊരു അബദ്ധം പറ്റി. എന്താ ചിന്തിക്കുന്നത്? എനിക്ക് ഒരു നൂലിന്റെ വിലയ്ക്ക് 2 സൂചി കിട്ടുമോ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പൊ പ്രൈസ് ഓഫ് 1 roll of thread
എത്രയാ 10 rupees ആണ് അല്ലേ. പ്രൈസ് ഓഫ് എ നീഡിൽ എത്രയാ 5 rupees ആണ്. അപ്പോൾ 2 needles കിട്ടുമല്ലോ 1 roll of threadന് പകരം. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. വിച്ച് കോസ്റ്റ് മോർ, 2 needles and 1 roll of thread or 1 needle and 2 rolls of thread? ഏതിനാണ് കൂടുതൽ പൈസ വേണ്ടത് എന്ന് കേട്ടോ. പ്രൈസ് ഓഫ് 1 needle എത്രയാണ് 5 rupees ആണ്. ദെൻ പ്രൈസ് ഓഫ് 2 needles എത്രയാ വരിക 2 5 ആണ് അല്ലേ. 2 5കൾ വേണം. 5 + 5 അപ്പോൾ എത്രയാ 10 ആണ്. ദെൻ പ്രൈസ് ഓഫ് 1 roll of thread എത്രയാ 10 ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാ വരിക 10 + 10 20 ആണ് അല്ലേ വരിക. നെക്സ്റ്റ് നോക്കൂ. പ്രൈസ് ഓഫ് എ നീഡിൽ എത്രയാണ് 5 rupees ആണ്. ദെൻ പ്രൈസ് ഓഫ് 2 rolls of thread കാണണം. അപ്പോൾ പ്രൈസ് ഓഫ് 1 roll of thread എത്രയാ 10 rupees ആണ്. അപ്പോൾ 2 rolls of thread, പ്രൈസ് ഓഫ് 2 rolls of thread എത്രയാ വരിക 10 + 10 അപ്പോൾ എത്രയാ 20. അപ്പോൾ ടോട്ടൽ എത്രയാ 20 + 5 25. അപ്പോൾ ഏതിനാ കൂടുതൽ കോസ്റ്റ് വേണ്ടത് 1 needle and 2 rolls of thread ആണ് അല്ലേ. റൈറ്റ് ദ പ്രൈസസ് ഇൻ ഓർഡർ, വില ക്രമത്തിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. 25 70 53 38 92 85 ഇങ്ങനെ പ്രൈസസ് തന്നിട്ടുണ്ട് കേട്ടോ. ഓരോ ഡോളിൻ്റെയും പ്രൈസസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പ്രൈസ്, ഏതിനാണ് കൂടുതൽ വില ഉള്ളത് 92 ആണ് അല്ലേ ₹92. ആൻഡ് ദ ലോവസ്റ്റ് വൺ ഏതാണ് ₹25. റൈറ്റ് ദ പ്രൈസസ് ഫ്രം ദ ഹയസ്റ്റ് ടു ദ ലോവേഴ്സ് ഇൻ ഓർഡർ, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് വിലകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എഴുതാം അല്ലേ. ഫസ്റ്റ് ഏതാ വരിക 92, ദെൻ 85 70 53 38 25. നെക്സ്റ്റ് ക്ലോക്ക് മാത്ത്. റൈറ്റ് നമ്പേഴ്സ് ഇൻ ബ്ലാങ്ക് ബോക്സസ്, വിട്ടുപോയ ബോക്സസിലെല്ലാം നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഏതൊക്കെ തന്നിരിക്കുന്നത് നോക്കൂ. 60 5 10 15 30 ദെൻ 50 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാലോ. 5 കഴിഞ്ഞാൽ 10 ദെൻ 15 ദെൻ 20 25 ദെൻ 30 35 40 45 50 തന്നിട്ടുണ്ട് 55 60. How many dolls? On Sunday, grandma, grandpa and mom made some dolls. See the number of dolls they made. ഞായറാഴ്ച മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും കുറച്ച് പാവകൾ ഉണ്ടാക്കി. അവരുണ്ടാക്കിയ പാവകളുടെ എണ്ണം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഗ്രാൻഡ്പാ 4, ഗ്രാൻഡ്മ 8 ആൻഡ് മോം 6. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഡോൾസ് ഡിഡ് ദേ മേക്ക് ഓൾ ടുഗദർ. പേരും കൂടിയും ചേർന്ന് എത്ര ഡോൾസ് ഉണ്ടാക്കിയെന്നാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഗ്രാൻഡ്പാ ഉണ്ടാക്കിയ 4ഉം ഗ്രാൻഡ്മ ഉണ്ടാക്കിയ 8ഉം മോം ഉണ്ടാക്കിയ 6ഉം ആഡ് ചെയ്യണം അല്ലേ. 4 + 8 + 6. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു 4 + 8 നമ്മൾ എന്ത് ചെയ്തു 8 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കേട്ടോ. 4 + 6 + 2 എന്ന് എഴുതി. നമുക്കറിയാം 4 + 6 ആണല്ലോ 10. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 4 + 6 എന്ന് പറഞ്ഞാൽ 10, 10ൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 ഡോൾസ് എന്ന് വരും. ഇനി 12ൻ്റെ കൂടെ ഇത്രയും കൂടി ആഡ് ചെയ്യണം, 6ഉം കൂടി ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 12 + 6 എത്ര വരിക 12നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. 10 + 2 ആണ് 12 + 6ഉം കൂടിയും ചെയ്യുക. 6 + 2 എത്രയാണ് 8 ആണ്. അപ്പോൾ 10 + 8 എത്രയാണ് 18 ഡോൾസ് എന്ന് വരും. ഇനി എന്താ കുട്ടി പറയുന്നത് ഐ ആൾസോ ഗോട്ട് ഇറ്റ് 4 and 6 make 10 and 10 and 8 make 18. ആ കുട്ടി ചെയ്തിരിക്കുന്നത് എങ്ങനെയാ നോക്കൂ. 4 + 8 + 6 ആണല്ലേ. അപ്പോൾ 4ഉം 6ഉം എത്രയാ 4 and 6 make 10 ആണ്. 4ഉം 6ഉം ആഡ് ചെയ്തു അല്ലേ. 10ൻ്റെ കൂടെ 8 ആഡ് ചെയ്ത് എത്രയാ 18 ആണ്. അങ്ങനെയായിട്ട് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. 3 of the dolls they made were sold on Monday and 4 were sold on Tuesday. How many dolls left? എന്താ പറഞ്ഞിരിക്കുന്നത് അവരുണ്ടാക്കിയ പാവകളിൽ 3 എണ്ണം അവര് തിങ്കളാഴ്ച വിറ്റു, ചൊവ്വാഴ്ച ഒരു 4 എണ്ണം വിറ്റു അല്ലേ. ഇനി മൊത്തം എത്ര ഡോൾസ് ബാക്കിയുണ്ട് എന്നാണ് കേട്ടോ. ഹൗ മെനി ഡോൾസ് ലെഫ്റ്റ്. അപ്പോൾ അവർ മെയ്ഡ് ചെയ്ത് എത്രയാണ് ദേ മെയ്ഡ് 18 ഡോൾസ് ആണല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് ഡോൾസ് ദേ മെയ്ഡ് എത്രയാണ് 18 ആണ്. 3 dolls were sold on Monday. 3 ഡോൾസ് മൺഡേയിൽ വിറ്റു എന്ന് പറയുമ്പോൾ ഡോൾസ് ലെഫ്റ്റ് എത്രയാണ് 18 നിന്ന് നമ്മൾ 3 കുറയ്ക്കണം അല്ലേ. അപ്പോൾ 18 നിന്ന് 3 കുറച്ചാൽ എത്രയാ 10 + 8 ആണല്ലോ 18 - 3 ചെയ്യാം. എന്നിട്ട് 10 + 8ൽ നിന്ന് 3 കുറയ്ക്കുക കേട്ടോ. അപ്പോൾ എത്രയാ 5 അല്ലേ. 8ൽ നിന്ന് 3 കുറച്ചാൽ 5 ആണ്. 10 + 5 എത്രയാ വരിക 15 ഡോൾസ് എന്ന് വരും. ട്യൂസ്ഡേ ദേ സോൾഡ് 4 ഡോൾസ് അല്ലേ. ട്യൂസ്ഡേയിൽ അവർ വിറ്റത് എത്രയാ 4 ഡോൾസ് ആണ്. അപ്പോൾ ഡോൾസ് ലെഫ്റ്റ് എത്രയാ വരിക 15 ഡോൾസിൽ നിന്ന് എത്ര ഡോൾസ് വിറ്റു ട്യൂസ്ഡേ 4 ഡോൾസ് വിറ്റു അല്ലേ. 15 - 4 ആണ്. നമുക്കിതെങ്ങനെ നമുക്ക് കുറയ്ക്കാം. ഒന്നല്ലെങ്കിൽ 15 - 4 ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് 10 + 5 ആണല്ലോ 15 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക 5ൽ നിന്ന് ഫസ്റ്റ് 4 കുറയ്ക്കുക. അപ്പോൾ എത്ര വരിക 1 വരും അല്ലേ. 10ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എത്രയാ 11 ഡോൾസ് എന്ന് വരും. ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഹൗ ഐ ഡിഡ് ഇറ്റ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുകയാണ്. 18 - 3 - 4 അതായത് മൺഡേ വിറ്റത് 3 ആണല്ലോ. ദെൻ ട്യൂസ്ഡേ വിറ്റത് 4 ആണ്. അപ്പോൾ 3 + 4 എത്രയാ 7 ഡോൾസ് ആണ്
എന്നാണ് വരിക അല്ലേ. ഇനി എന്ത് ചെയ്താൽ മതി, 80 നിന്ന് ഡയറക്റ്റ് ആയിട്ട് 7 കുറച്ചാൽ പോരെ, 18 - 7. അപ്പോൾ എത്രയാ വരിക, 18 7 കുറച്ചാൽ 11 എന്ന് വരും. നെക്സ്റ്റ്, ഹൂ വിൻസ് ദ പ്രൈസ്, സമ്മാനം ആർക്ക് എന്നാണ് കേട്ടോ. ഡു യു വാണ്ട് ദ പ്രൈസ് ഇൻ ദ ബോക്സ്, പെട്ടിയിലെ സമ്മാനം നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. റീഡ് ദ ഫോളോയിങ് ആൻഡ് ഫൈൻഡ് ദ നമ്പർ, അതായത് ചോട്ടിലെ ഇതൊക്കെ വായിച്ചിട്ട് നമ്പർ കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ദ നമ്പർ ഈസ് ബിറ്റ്വീൻ 6 and 19. വാട്ട് ഓൾ നമ്പേഴ്സ് ക്യാൻ ഇറ്റ് ബി, 6ന്റെയും 19ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാന്നുള്ളത് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഏതൊക്കെയാ വരിക, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 അല്ലേ വരിക. അത് എഴുതുക കേട്ടോ അവിടെ. ഇറ്റ് ഈസ് എ 2-digit നമ്പർ. സ്ട്രൈക്ക് ഔട്ട് നമ്പേഴ്സ് ടു ബി റിമൂവ്ഡ്, അതായത് ആ നമ്പർ എന്ന് പറയുന്നത് ഒരു 2 അക്ക സംഖ്യയാണ്. ഒഴിവാക്കേണ്ടവനൊക്കെ വെട്ടിക്കളയാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതിൽ എഴുതിയ നമ്പേഴ്സ് ഏതൊക്കെയാണ്, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 വരെ എഴുതിയത്. ഇതിലെ 2-digit നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതലാ, 10 മുതൽ അല്ലേ. 10ഉം 11ഉം 12ഉം ഒക്കെ 2-digit നമ്പേഴ്സ് ആണ്. അപ്പോൾ 1-digit നമ്പേഴ്സ് ഏതൊക്കെയാ, 7, 8, 9 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 7ഉം 8ഉം 9ഉം നമ്മൾ വെട്ടിക്കളയുക. അപ്പോൾ ഇതൊരു 2-digit നമ്പർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് 7ഉം 8ഉം 9ഉം എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക കേട്ടോ, വെട്ടിക്കളയുക. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇറ്റ് ഈസ് ബിറ്റ്വീൻ 15 and 19. റിമൂവ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ വാട്ട് ഓൾ ക്യാൻ ബി ദ നമ്പേഴ്സ്, അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ആവാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 15ന്റെയും 19ന്റെയും ഇടയിലുള്ളത്. അപ്പോൾ ഏതൊക്കെയാ, 16, 17, 18 അല്ലേ. അപ്പോൾ 16, 17, 18 എഴുതുക, ബാക്കി എല്ലാത്തിനെയും റിമൂവ് ചെയ്യുക കേട്ടോ. ഇഫ് വി റിമൂവ് ദ ലാർജസ്റ്റ് നമ്പർ ലെഫ്റ്റ്, വാട്ട് ആർ ദ അതർ നമ്പേഴ്സ്, ബാക്കി വന്നവയിലെ ഏറ്റവും വലിയ സംഖ്യയെ നമ്മൾ ഒഴിവാക്കിയാൽ മറ്റുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് കേട്ടോ. 16ഉം 17ഉം അല്ലേ. അപ്പോൾ 16, 17 എഴുതുക. ഇറ്റ് ഈസ് നോട്ട് ദ സ്മോളസ്റ്റ് നമ്പർ ഐദർ. ദ നമ്പർ ലെഫ്റ്റ് ഈസ് ദ നമ്പർ വിച്ച് വിൻസ് ദ പ്രൈസ്. ഇറ്റ് ഈസ് നോട്ട് ദ സ്മോളസ്റ്റ് നമ്പർ ഐദർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിലെ ബാക്കിയുള്ള നമ്പേഴ്സ് ഇല്ലേ അതിൽ സ്മോളസ്റ്റ് നമ്പർ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്മോളസ്റ്റ് നമ്പർ അല്ല എന്ന് പറയുമ്പോൾ ഏതാ, 16ഉം 17ഉം അല്ലേ. അപ്പോൾ 16 ആണല്ലേ അതിലെ സ്മോളസ്റ്റ് നമ്പർ, അപ്പോൾ അതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ലെഫ്റ്റ് ഈസ് ദ നമ്പർ വിച്ച് വിൻസ് ദ പ്രൈസ്. ദ നമ്പർ ലെഫ്റ്റ് ഏതാണ്, 17 അല്ലേ. അപ്പോൾ അതാണ് പ്രൈസിന്റെ നമ്പർ കേട്ടോ, സമ്മാനത്തിന്റെ നമ്പർ അതാണ്. വാട്ട് ഈസ് ദ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് 17 ആണ്. ആ 17 എന്ന ബോക്സിൽ എഴുതുക കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.